പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്ക് 8ാമത് ശാഖ കടുക്കാരത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. TI മധുസൂദനൻ MLA അധ്യക്ഷനാകും. ജോയിന്റ് രജിസ്ട്രാർ V രാമകൃഷ്ണൻ സ്ട്രോങ് റൂം ഉദ്ഘാടനം ചെയ്യും. അസിസ്റ്റന്റ് രജിസ്ട്രാർ MK സൈബുന്നീസ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ നിർവഹിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ ആദ്യ നിക്ഷേപം സ്വീകരിക്കും. C സത്യപാലൻ റിസ്ക് ഫണ്ട് വിതരണം ചെയ്യും. P ശശിധരൻ മെമ്പർ റിലീഫ് ഫണ്ട് വിതരണം ചെയ്യും. KR ഗീത റിപ്പോർട്ട് അവതരിപ്പിക്കും. സഹകാരികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് മനേഷ് മോഹൻ, സെക്രട്ടറി KR ഗീത, വൈസ് പ്രസിഡന്റ് PV സുരേഷ് ബാബു, അസിസ്റ്റന്റ് സെക്രട്ടറി KV കുഞ്ഞികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കേരള നിയമസഭാ സ്പീക്കർ ഷംസീർ ഉദ്ഘാടനം ചെയ്യുകയാണ്. പയ്യന്നൂർ ബഹുമാനപ്പെട്ട MLA ശ്രീ TI മധുസൂദനൻ അവർ അധ്യക്ഷത വഹിക്കുകയാണ്. പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്ക് കുറച്ച് കാലയളവായി നമ്മുടെ നാട്ടിൽ നല്ല ഇടപെടൽ നടത്തി ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു ബാങ്കാണ്. 1946 പ്രാഥമിക സഹകരണ സംഘമായിട്ട് തുടങ്ങിയ സംഘം 1961 പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്കായിട്ട് മാറുന്നത്. 1989 ആദ്യ ശാഖ പടിയോട്ടിച്ചാലിൽ ആരംഭിക്കുന്നത്. അതിനുശേഷം പുറക്കുന്ന്, അരവഞ്ചാല്, നെക്കിളി, പാടിയോട്ടിശാല, ഇവനി ഉൾപ്പെടെയുള്ള 7ഓളം ശാഖകൾ ഇപ്പം പുതിയതായിട്ട് ആരംഭിക്കുന്ന 8ാമത്തെ ശാഖയാണ് കടുക്കാരം ശാഖ. നമ്മുടെ പ്രവൃത്തി പരിധിയായിട്ടുള്ള പെരിങ്ങോം പെരുന്തട്ട വില്ലേജിനകത്ത് ഏറ്റവും കുറച്ച് ദൂരം കൂടിയ ഒരു പ്രദേശമാണ് കടുക്കാരം. അപ്പം അവിടുത്തെ ഇടപാടുകാരുടെ നിരന്തരമായിട്ടുള്ള അഭിപ്രായത്തിന്റെ ഭാഗമായി കൂടിയാണ്, അവർക്ക് വേണ്ടി കൂടിയാണ് ഈ കടുക്കാരം ശാഖ ഇത് ആരംഭിക്കുന്നത്. അപ്പൊ ഏകദേശം നമ്മുടെ പ്രവർത്തന പരിധിയിലെ എല്ലാ പ്രദേശത്തു നിന്നും നമ്മുടെ ഇടപാടുകാർക്ക് നല്ല രീതിയിൽ ഇടപാട് നടത്താൻ പറ്റുന്ന നിലയിലേക്ക് പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്കിന്റെ മുഴുവൻ ശാഖകൾക്ക് കഴിയും എന്നതിൽ ഒരു അഭിമാനം തോന്നുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ഒരു ചെറിയൊരു കാലയളവിനകത്ത് പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്കിനെ ഈ നിലയിലേക്ക് ഉയർത്തിയിട്ടുള്ള മാന്യ ഇടപാടുകാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത്. കാരണം ഈ കഴിഞ്ഞ നമ്മുടെ ഭരണസമിതി വന്നതിന് ശേഷമുള്ള ഈ നിക്ഷേപ സമാഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പോലും പെരിങ്ങോം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിലയിലേക്കുള്ള വർധനമാണ് നിക്ഷേപ സമാഹരണ ഉൾപ്പെടെ നമുക്ക് കൈവരിക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ കുടിശ്ശിക നിവാരണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായത് ചരിത്രത്തിലാദ്യമായിട്ട് ഈ വർഷം 3.2 എന്ന നിലയിലേക്ക് നമ്മുടെ കുടിശ്ശിക അനുഭവിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇത് പെരിങ്ങോം ബാങ്കിന്റെ അഭിമാനമാക്കി തീർക്കാൻ വേണ്ടി സാധിച്ചത് നമ്മുടെ മാന്യ ഇടപാടുകാരാണ്. അതേപോലെ തന്നെ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളുടെയും നിരന്തരമായ പ്രയത്നത്തിന്റെ ഭാഗം കൂടിയാണ് ഇതെന്ന് ഈ ഒരു അവസരം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ 2-ാം തീയതി May 2 ഉച്ചയ്ക്ക് 2:30 കടുക്കാരം മുക്കിൽ വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. മുഴുവൻ നല്ലവരായിട്ടുള്ള ആളുകളെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്. എല്ലാവരും ഈ പരിപാടിയിൽ എത്തിച്ചേരണമെന്ന് ഉചിതമായിട്ട് അഭ്യർത്ഥിച്ചു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്
ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീറാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട പയ്യന്നൂർ MLA ശ്രീ TI മധുസൂദനൻ അവർകളാണ്. റിപ്പോർട്ട് അവതരണം ബാങ്ക് സെക്രട്ടറി ശ്രീമതി KR ഗീതയാണ്. സ്ട്രോങ് റൂം ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ണൂർ ജോയിന്റ് രജിസ്ട്രാർ ശ്രീ V രാമകൃഷ്ണൻ അവർകളാണ്. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത് അസിസ്റ്റന്റ് രജിസ്ട്രാർ പയ്യന്നൂർ ശ്രീമതി MT സൈബിനീസിയാണ്. ആദ്യ നിക്ഷേപ സ്വീകരണം പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VM ഉണ്ണികൃഷ്ണൻ അവർകളാണ്. റിസ്ക് ഫണ്ട് വിതരണം നടത്തുന്നത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സത്യപാലൻ അവർകളാണ്. മെമ്പർ റിലീഫ് ഫണ്ട് വിതരണം നടത്തുന്നത് പ്രസിഡന്റ് മാത്തിൽ പ്രസിഡന്റായ ശ്രീ P ശശിധരൻ അവർകളാണ്. ബാങ്കിലെ ഇപ്പോഴത്തെ മെമ്പർമാര് അതുപോലെ തന്നെ ഇതര സ്ഥാപനങ്ങൾ ആ കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് പറഞ്ഞാൽ മതി. നിലവിലത്തെ A ക്ലാസ് മെമ്പർമാര് 18,139. അതുപോലെ തന്നെ ആകെ മെമ്പർമാര് 41,965. ആകെ നിക്ഷേപം 81 കോടി രൂപ. ഇതാണ് നിലവിലത്തെ വായ്പ 67 കോടി. സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ സ്ഥാപനങ്ങൾ നമുക്ക് നിലവിലെ ഈ 7 ശാഖയ്ക്ക് പുറമെ നിലവിലെ പുതിയ ശാഖയ്ക്ക് 8ാമത്തെ ശാഖ, അതിന് പുറമെ ഒരു നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, അതുപോലെ തന്നെ നീതി മെഡിക്കൽസും പെരിങ്ങോം കേന്ദ്രീകരിച്ച് ഓഫീസും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വർഷക്കാലയളവായിട്ട് ജനങ്ങൾക്ക് നല്ല സേവനം ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായിച്ചുള്ള നല്ല ലാഭത്തിൽ പോകുന്ന 2 സ്ഥാപനങ്ങൾ കൂടിയാണ് സൂചിപ്പിക്കുക. ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാണ്. ഇപ്പം അവസ്ഥ ചിലതിന് സൈഡില്ല, ചിലതിന് സൈസില്ല. ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ എടുക്കുന്നുമില്ല. കിട്ടണം. ABC-യുടെ ഓഫർ ഉണ്ട്, അവിടെ നിന്ന് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ നീ എന്നോട് എന്താ പറഞ്ഞത്? ABC ഒക്കെ വിലക്കുറവ് വേറെ ഷോപ്പ് കിട്ടുന്നു. ഇപ്പൊ കിട്ടിയില്ലേ? എടാ, ABC ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ്, പോരാത്തിന് വാറണ്ടി. ഇന്ന് വന്ന് നാളെ പൂട്ടിപ്പോകുന്നവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തു വരും. പക്ഷെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലോ ഇതാണ് അവസ്ഥ. പക്ഷെ ABC അങ്ങനല്ല. കൊല്ലം 10-26 ആയേ അവർ ഈ പണി തുടങ്ങിയിട്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ ഒരു ഒറ്റ വഴിയുള്ളൂ. ABC-യിൽ പുതിയ ഓഫർ ഉണ്ട്. ABC ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ABC മെഗാ സെയിൽ. ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം 1 പവൻ സ്വർണത്തിന്റെ വിലയിൽ. ലോകോത്തര ബ്രാൻഡുകൾ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ, അതിവിപുലമായ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും. ABC മെഗാ സെയിൽ. ഇനി ആദ്യം വാങ്ങാം, ലാഭത്തിൽ വാങ്ങാം. ഈ ഓഫർ ABC മൈ ഹോം, ABC സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം.